ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ക്ലീൻ ചെയ്യാണ്. അതിൻ്റെ തലയും വാലും കളഞ്ഞിട്ട് അതിൻ്റെ ഒരു കട്ടിയുള്ള ഒരു ഭാഗമുണ്ട്, നമ്മുടെ പുറം തോട്, അതും കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു ഞരമ്പ് പോലെ ഉള്ളിലുണ്ട്, അതൊന്ന് വലിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കാണുന്നുണ്ടാവും. ഞരമ്പ് വലിക്കുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ കത്തി കൊണ്ട് ഒരിത്തിരി ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും, അല്ലെങ്കിൽ ഒന്ന് പതുക്കെ വലിച്ചെടുത്താൽ അത് മുഴുവനായിട്ടും പോരും കേട്ടോ. ആ ഞരമ്പ് പോലെ നമ്മൾ കാണുന്ന ആ ഒരു കുടൽ ചെമ്മീൻ്റെ കുടലാണത്. അതിൽ കുറച്ച് വേസ്റ്റ് ഉണ്ട്. നമ്മൾ കളഞ്ഞില്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറുവേദനയൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. നല്ല പോലെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ കഴുകി എടുക്കണം കേട്ടോ. ഇപ്പോൾ ഒരു 2-3 പ്രാവശ്യം നമുക്കിതുപോലെ കഴുകിയെടുക്കാം. ഇനി നമുക്കൊരു 1.25 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ചേർക്കാം. ഞാനൊരു 1/2 കിലോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എരിവിന് ആവശ്യമുള്ളത് ചേർക്കാം കേട്ടോ. പിന്നെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പിന്നെ നമുക്ക് അച്ചാറിൽ ഉപ്പത്തിരി വേണമല്ലോ, അപ്പോൾ നമുക്കിനി അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇട്ടാൽ മതി. ഇത് വറുക്കുന്നതിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല പോലെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ പിടിച്ചതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം. ഒരു 10 മിനിറ്റ് ഇതുപോലെ വയ്ക്കാം. നമുക്കൊരു പാനിലേക്ക് കുറച്ച് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മസാല പുരട്ടി വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അത് കോരിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. ഒന്ന് പൊട്ടി വരട്ടെ. അതിനുശേഷം 2 വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതും ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി അരിഞ്ഞതും അതുപോലെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂണിൻ്റെ അടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കായപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അച്ചാറിന് ടേസ്റ്റ് കൂടണമെങ്കിൽ അതിൻ്റെ മസാലക്കൂട്ടാണ്, അത് കറക്റ്റ് ആവണം, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലേക്ക്
വിനെഗർ ഒരു 3 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളൂ. ഇനി ഒരു 1/2 ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. വിനെഗർ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ ഇളക്കി കൊടുക്കുക. കാരണം ഈ അച്ചാർ എന്ന് പറയുന്നത് കുറേ ദിവസം ഒരു കേടും വരില്ല കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഞാനിതിൽ പച്ചവെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, വിനെഗർ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഒരു 3-4 ടീസ്പൂണിൻ്റെ അടുത്ത് വിനെഗർ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഇതിൽ തിളച്ച് വരുന്നതാണ് കേട്ടോ. നമ്മുടെ സിന്തറ്റിക് വിനെഗർ ആയതുകൊണ്ട് അതിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിനെഗർ മാത്രം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് വറുത്ത് കോരി വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീൻ കുട്ടന്മാർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ചെമ്മീൻ അച്ചാർ. കുറേ ദിവസം കേടാവാണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ്. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കറക്റ്റാണ്, നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും എന്തായാലും ചെമ്മീൻ അച്ചാർ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരയ്ക്കും ടാറ്റാ, ബൈ ബൈ.